നൽകുന്നു. അതുപോലെ മറ്റുള്ള സഹാബത്തിനും വലിയ സ്ഥാനം നൽകുന്നു. അപ്പൊ അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിന് വലിയ ബഹുമാനമുണ്ട്. അതുപോലെ ഹബീബായ നബി തങ്ങളുടെ സ്വത്ത് ഇസ്ലാം ദീനിന്റെ ഇൽമ് അത് കൈകാര്യം ചെയ്യുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാർക്കും വലിയ സ്ഥാനമുണ്ട്. അത് രണ്ടും വകവെച്ചു കൊടുക്കുന്നവൻ ഭാഗ്യമുള്ളവനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളായ സയ്യിദന്മാർ അവരുടെ ശരീരത്തിൽ നബിതങ്ങളെ അംശമാണ്. ആലിമീങ്ങളെ ശരീരം മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്താണ്. ഈ രണ്ട് വിഭാഗത്തെയും സ്നേഹിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. നബിതങ്ങൾ കിടക്കുന്ന നാൾ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ ലോകത്തെവിടെയെല്ലാം ഏതെല്ലാം പണ്ഡിതന്മാർ, ഏതെല്ലാം സയ്യിദന്മാർ, ഏതെല്ലാം മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി എവിടെയൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ, എവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ടോ, ദിക്ർ ചൊല്ലുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ടോ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, അവിടെ പങ്കെടുക്കുന്നത് പുണ്യമല്ലേ? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ യുരീദൂന വജ്ഹഹു. അല്ലാഹുവിന്റെ പൊരുത്തം കരുതി എവിടെയാണോ പ്രാർത്ഥന നടക്കുന്നത്, എവിടെയാണോ ദിക്റുള്ളത്, എവിടെയാണോ സലാത്തുള്ളത്, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ചെയ്യുന്നതാണെങ്കിൽ അവരോട് കൂടെ നിങ്ങളും പങ്കെടുക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതേ സുഹൃത്തുക്കളെ, അത് നബിതങ്ങളോടുള്ള സ്നേഹമാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അവൻ അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തോടുള്ള സ്നേഹമാണ്. അതുപോലെ ഉലമാഇനോടുള്ള സ്നേഹമാണ്. സ്നേഹം എന്നത് വളരെ വലുതാണ്. എന്നാൽ സലാത്ത് ചൊല്ലുന്ന സദസ്സ് അതിന്റെ ബറക്കത്ത് വേറെ തന്നെയാണ്. ഇപ്പോൾ പറയാൻ സമയമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തരം സദസ്സുകൾ അതേ ഉപയോഗപ്പെടുത്തുന്നത് ഖൈറാണ്. അല്ലാഹു തആല ഈ സദസ്സിന്റെ ബറക്കത്തോട് ഇവിടെ എന്ത് ഉദ്ദേശം വെച്ച് വന്നവരുണ്ടോ അത് അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. എന്നാൽ സദസ്സിൽ മാത്രമല്ല സലാത്ത്, ഒറ്റക്കിരിക്കുമ്പോഴും സലാത്ത് ചൊല്ലണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രാത്രി സമയത്ത് ഇങ്ങനെ പോവുകയാണ്, ഒറ്റക്ക് ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സലാത്ത് കേൾക്കുകയാണ്. ചൊല്ലുന്നത് ഉമ്മാമയാണ്. ഉമ്മാമ എന്താ പണിയെടുക്കുന്നത്? ആ ഉമ്മാമ നൂല് നൂൽക്കുകയാണ്. ആ നൂല് നൂൽക്കുന്ന സമയത്ത് അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ലല്ലാ അലൈക തയ്യിബുനൽ അഖിയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ആ ഉമ്മാമ നൂല് നൂൽക്കുന്ന സമയത്ത് ഒറ്റക്കിരുന്ന് സലാത്തില്ലാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന പറയാണ്, ഖദ് കുന്ത ഖവ്വാമൻ ബുകം ബിൽ അസ്ഹാർ യാ ലൈത ശരി വൽ മനായ അത്വാർ. നമ്മൾ നേരത്തെ ചൊല്ലിയില്ലേ ഒരു സലാത്ത്, ഇമാം ബൂസരി തങ്ങൾ ചൊല്ലിയ സലാത്താണത്. മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്താണ് ആ സലാത്തിന്റെ പ്രത്യേകത? നാരിയത്ത് സലാത്തിന്റെ പ്രത്യേകത എന്താ? മൗലായ സല്ലി വസല്ലിം എന്ന സലാത്തിന്റെ പ്രത്യേകത എന്താ? അതുപോലെ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്സഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എന്താണ് ആ സലാത്തിന്റെ പ്രത്യേകത? അസ്സലാത്തു അലൻ നബി, അതേ വസ്സലാമു അലർ റസൂൽ അസ്സഫീഉൽ അബ്തഹി വൽ ഹബീബിൽ العربي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ഇങ്ങനെ നമ്മൾ ചൊല്ലുന്ന സലാത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ സലാത്തിന്റെ പ്രത്യേകത അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് സലാമിന്റെ പുറമേ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഏഡ് ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് കൂട്ടിച്ചേർത്തിരിക്കുന്നു.
അങ്ങനെയുള്ള ഒരു സലാത്താണ് ഈ ഉമ്മ ചൊല്ലുന്നത്. റസൂലുള്ളാഹിന്റെ ഒരു സലാത്ത് ചൊല്ലിക്കൊണ്ട ഉമ്മ പറയാണ്, ഖദ് കുന്ത ഖവാ മംബുകം ബിൽ അസ്ഹാർ യാ ലൈത സീരി വൽ മനായാത് വാർ. ഓ നബിയേ, തങ്ങൾ പാതിരാ സമയത്ത് എഴുന്നേറ്റ് ധാരാളം അല്ലാഹുവിനോട് കരഞ്ഞവരല്ലേ, ധാരാളം നിസ്കരിച്ചവരല്ലേ. ഈ സലാത്തിന്റെ സദസ്സിൽ വന്ന ചെറുപ്പക്കാരെ, കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിർബന്ധമായ സലാത്ത് കൃത്യമായി ചൊല്ലാതെ ജീവിക്കരുതേ. നിർബന്ധമായ സലാത്ത് ഏതാണ്? അത് നിസ്കാരത്തിലെ സലാത്താണ്. 5 നേരം സലാത്ത് നിർബന്ധമാണ്. അതുപോലെ നിർബന്ധമായ സലാമാണ് സലാമുൻ അലൈക അയ്യുഹൻ നബിയു എന്നെങ്കിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നമ്മൾ എല്ലാറില്ലേ, അത് നിർബന്ധമായ സലാം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായ സലാത്ത് ചൊല്ലേണ്ട സമയത്ത് സുബ്ഹിക്ക് കിടന്നുറങ്ങരുതേ. എത്ര തിരക്കുണ്ടെങ്കിലും, ഏത് കല്യാണത്തിന്റെ തിരക്കാണെങ്കിലും, സ്വന്തം നിക്കാഹാണെങ്കിലും, ദുഹറും അസ്റും മഗ്രിബും ഇശാഉം ഖളാക്കരുതേ. നബിതങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ നിർബന്ധമായ സലാത്ത് ചൊല്ലാതെ നിസ്കാരം ഖളാക്കിയാൽ സ്നേഹം കാപ്പട്യത്തിന്റെ സ്നേഹമാകൂലേ. നിർബന്ധമായ സലാത്ത് കൃത്യമായി ചൊല്ലണം, അഥവാ കൃത്യമായി നിസ്കരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതിന് വുജൂബായ സലാത്ത് ചെല്ലുന്നില്ലെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങൾ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, സ്ത്രീകൾ, പുരുഷന്മാരെല്ലാം ഉറപ്പിക്കണം, ഇനി മരിക്കുന്നവരെ ജീവിതത്തിൽ നിസ്കാരം കളാക്കില്ല. അല്ലാഹുവേ, ജീവിതത്തിൽ ഉറപ്പിക്കുന്ന നിസ്കാരം കളാക്കാതെ ഖുശൂഅോടുകൂടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങളുടെ നിസ്കാരങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ നീ പരിഹരിച്ച് കബൂൽ ചെയ്യണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ഖുതുബയിലും സലാത്ത് വുജൂബാണ്, അതുപോലെ മയ്യിത്ത് നിസ്കാരത്തിലും സലാത്ത് വുജൂബാണ്. കേട്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഈ സലാത്തിൽ ഈ ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്നു, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, രാത്രിയിൽ അല്ലാഹുവിനോട് കരയുന്നു. യാ ലൈത ശൈരി വൽ മനായാത് വാർ. മരണം പിടിപെടാത്ത ഒരു നേതാവുമില്ല, ഒരു വ്യക്തിയുമില്ല. എല്ലാ മഹത്വത്തിന്റെയും വക്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, അവിടുത്തെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. ആ നബി തങ്ങളെ കൂടെ എന്നെയും എന്റെ ഹബീബിനെയും അല്ലാഹു ഒന്നൊരുമിച്ച് കൂട്ടിത്തരണമെന്ന നിലയ്ക്ക് ആ ഉമ്മ പാടുകയാണ്. ഒറ്റയ്ക്കിരുന്ന് സലാത്ത് ചൊല്ലുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നു, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യത്തിന് പ്രാർത്ഥിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പുറത്ത് കേട്ടപ്പോൾ കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുപോയി വാതിലിൽ മുട്ടി. സുഹൃത്തുക്കളെ, വാതിൽ തുറന്ന് സ്ത്രീ ചോദിച്ചു, ആരാ? ഞാൻ ഉമർ ഇബ്നു ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ് ഇപ്പൊ എന്റെ പാതിരുന്നു. അതെ, ഞാൻ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വാതിൽ തുറന്നു. തുറന്നപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഒന്നുകൂടി പറയൂ, ഒന്നുകൂടി ചൊല്ലുക, ഒന്നുകൂടി ചൊല്ലിയ ഉമ്മ. അത് ചൊല്ലിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ സലാത്ത് ചൊല്ലുന്ന പാവപ്പെട്ട ഉമ്മയോട്, സുഹൃത്തുക്കളെ, അതാരാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ആരാണെന്ന് പറയാൻ സമയമില്ല. ആ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അതാ പറയുന്നു, അസ്അലുകി അൻ തുദ്ഖിലീനി മഅകുമാ. ഒറ്റയ്ക്കിരുന്ന് സലാത്ത് ചൊല്ലുന്ന ഈ പാവപ്പെട്ട ഉമ്മ നൂല് നിൽക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും
സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മയോട് ഖത്താബ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉമ്മ, എന്നെയും നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടണം ഉമ്മ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഗമിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ലേ, ഉമറിനെയും കൂട്ടണം ഉമ്മ പ്രാർത്ഥനയിൽ. അപ്പൊ ആ ഉമ്മയെങ്കിൽ ഉമറു ഫഗ്ഫിർ ലഹു യാ ഗഫാർ, ഉമർ ഇബ്നുൽ ഖത്താബിന് പുറത്തു കൊടുക്കലേ ഗഫാറായ അല്ലാഹ്. സുഹൃത്തുക്കളെ, നിങ്ങളിവിടെ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട തങ്ങളും വേറെയും എത്രയോ സാദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഈ സദസ്സിൽ നിങ്ങൾ ചൊല്ലുന്ന എല്ലാ സ്വലാത്തിലും ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് വിനീതനായ ഞാൻ വന്നത്. വഅദ് പറയാനല്ല, വഅദ് പറയാൻ അർഹതയില്ല. ഇമാം ബൂസരി തങ്ങള് ഞാൻ പറഞ്ഞില്ലേ, മഹാനവറുകൾ ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ആത്മീയതയുള്ള പണ്ഡിതർ കാണാത്തതുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷേ മനസ്സിലെനിക്ക് കണ്ടേ പറ്റുന്നൊരാഗ്രഹം വന്നു. അന്ന് രാത്രിയിൽ ഉറക്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടുപോയി. നഅം സറാഖൈഹു മൻ أهوى فأرقني والحب يتاريض اللذات بالعالمين لك مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സലാത്ത് സലാമിന്റെ പുറമേ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ഹബീബാണെന്നും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവരാണെന്ന് പറയുന്ന രണ്ട് മധുരം കൂടി കൂട്ടിച്ചേർത്ത സലാത്താണത്. ഇമാം ബൂസരി പുറത്തേക്കിടക്ക് ഇങ്ങനെ ചൊല്ലുന്ന സലാത്താണത്. സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു അന്ന് രാത്രി തന്നെ സ്വപ്നത്തിൽ കണ്ടുപോയി. പിന്നീട് മഹാനവകൾ മറ്റുള്ള പാട്ടൊക്കെ അങ്ങ് നിർത്തിയിട്ട് മദ്ഹ് മാത്രം പാടാൻ തുടങ്ങി. പക്ഷേ അവസാനം ശരീരത്തിന് വാതരോഗം പിടിച്ച് കിടപ്പിലായി പോയി. ഈ ബായാറ് സലാത്തിന്റെ സദസ്സിലും തങ്ങളവരുടെ വീട്ടിലും പല രോഗികളും വരുന്നു. അല്ലാഹുവേ, അവർക്കൊക്കെയും നീ ശിഫ നൽകണം റഹ്മാനേ.